ഹലോ ഗൈസ്, പുതിയൊരു വ്യത്യസ്തമാർന്നൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകരയിലുള്ള വിഷ്ണുമായ സ്വാമി ദേവസ്ഥാനം ടെമ്പിളിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. കുറേ കാലം ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിട്ട് അപ്പം ഇന്നാണ് ഒരു ദിവസം വന്നെത്തിയത്. ഇന്ന് അതിരാവിലെ 5:30 തന്നെ ഞങ്ങൾ കുളിച്ച് മാറ്റി ഇവിടേക്ക് വന്നതാണ്. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് കേട്ടോ വരുന്നത്. കോഴിക്കോട് നിന്ന് വന്ന് തൃശ്ശൂർ ഇറങ്ങി. തൃശ്ശൂരിൽ നിന്ന് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ബസ് ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ് എപ്പോഴും. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് അമ്പലത്തിന്റെ അടുത്ത് എത്താവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എളുപ്പം അമ്പലത്തിലേക്ക് എത്താവുന്നതാണ്. വഴിയൊന്നും തെറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ അമ്പലത്തിന്റെ മുൻഭാഗം കണ്ടില്ലേ, എന്താ ഒരു വ്യൂ അല്ലേ. കാണാൻ നല്ല മനോഹരമായ ഒരു അമ്പലമാണ് കേട്ടോ. മനോഹരമായ ചിത്രങ്ങളും കൊത്തുപണികളൊക്കെ കൊണ്ട് മുൻഭാഗം വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അതിന്റെ ഉൾഭാഗവും വരുന്നത്. സ്വർണം കൊണ്ടാണ് അധിക ഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിറയെ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെക്യൂരിറ്റിമാരൊക്കെ കൊണ്ടാണ് ഈ അമ്പലം പ്രവർത്തിക്കുന്നത്. അപ്പൊ നേരെ കാണുന്നത് തന്നെയാണ് വിഷ്ണുമായ സ്വാമി ഇരിക്കുന്ന സ്ഥലം വരുന്നത് കേട്ടോ. ഇവിടെ വേറെയും പ്രതിഷ്ഠകളുണ്ട്. ഗണപതി, അയ്യപ്പസ്വാമി, അങ്ങനെ വേറെയും പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു കൊടിമരവും ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ കുറെ ഫോട്ടോകൾ കണ്ടില്ലേ. ഇതൊക്കെ ഇവിടുന്ന് വിഷ്ണുമായ സ്വാമിന്റെ വിഗ്രഹം വാങ്ങി പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വിഷ്ണുമായ സ്വാമിനെ വീട്ടിലേക്ക് കൊണ്ടുപോയ ആളുകളുടെ പ്രമുഖരായ ഫോട്ടോകളാണ് കേട്ടോ. പ്രമുഖരായ വ്യക്തികളുടെ ഫോട്ടോകളാണ്. മോഹൻലാലുണ്ട്, ശോഭന, ഖുഷ്ബു, അതുപോലെ ദക്ഷിണാമൂർത്തി സാറ്, അങ്ങനെ പലവിധ ആൾക്കാരും ഇവിടുന്ന് വിഷ്ണുമായ വീട്ടിലേക്ക് കൊണ്ടുപോയ ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ആ ഫോട്ടോകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഉള്ളിൽ തന്നെ കുറെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. വളരെ മനോഹരമായ ഒരു അമ്പലം തന്നെയാണിത്. അപ്പൊ ഇവിടെ വിഷ്ണുമായ സ്വാമി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ പറയാ, ഒരു ഭയം ഒക്കെയാണ് ഉള്ളത്. എന്താ, എല്ലാവരുടെ അടുത്ത് പോണ പോലെയല്ല ഇവിടേക്ക് ആളുകൾ വരുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വിഷ്ണുമായ സ്വാമി എന്താ പറയാ, അതിനനുസരിച്ച് സ്വാമിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, അങ്ങനെ പല ചിന്തകളും ഉണ്ട്. അപ്പം ശിവനും പാർവതി അയ്യപ്പനെയൊക്കെ കാണുന്ന പോലെയല്ല നമ്മൾ ഒരു വേറെ രീതിയിലാണ് വിഷ്ണുമായ സ്വാമിനെ കാണുന്നത്. ഒരു വളരെയധികം ശക്തിയുള്ള ഒരു സ്വാമി ആണ് വിഷ്ണുമായ സ്വാമി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഭയഭക്തിയോട് കൂടിയാണ് ആളുകൾ എല്ലാവരും വിഷ്ണുമായ സ്വാമിയെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് വിഗ്രഹം വീട്ടിലേക്ക് കൊണ്ടുപോയാൽ, അപ്പൊ വീട്ടിൽ അതിനനുസരിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, വല്ല ആപത്തും വരും. അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിട്ട് ആണ് ആളുകൾ വിഷ്ണുമായ സ്വാമിനെ കാണുന്നത്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞ എല്ലാ സ്വാമിമാരെയും പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്വാമി തന്നെയാണ് വിഷ്ണുമായ സ്വാമി. അപ്പൊ ഇവിടുത്തെ ചുമരിലൊക്കെ കണ്ടോ, നിറയെ കുത്തുപണികൾ, ചിത്രപ്പണികളൊക്കെ, ചുമർ ചിത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിന്റെ എന്തോ സിറ്റുവേഷന് മേലെ ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. വിഷ്ണുമായ സ്വാമി പ്രത്യക്ഷപ്പെടുന്ന വേലുമുത്തപ്പന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്ന സിറ്റുവേഷൻ, അങ്ങനെ പല പല സിറ്റുവേഷൻ ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അമ്പലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് കൽപ്പന എന്നൊരു ഇതുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഷ്ണുമായ സ്വാമി നമ്മളെ കൂടെ ഉണ്ടാവും. പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ കൽപ്പന എന്നുള്ളൊരു ഇതുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ 501 രൂപയാണ് കൽപ്പനക്ക് വരുന്നത്. അപ്പൊ നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഒരു കടലാസിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറച്ച് കഴിഞ്ഞാൽ കൽപ്പനക്ക് വിളിക്കുന്നതാണ്. അപ്പൊ അവര് നമ്മളെ പ്രശ്നങ്ങൾ വായിച്ചിട്ട് നമുക്ക് അതിനുള്ള പരിഹാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്താ നിങ്ങളുടെ പ്രശ്നം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നൊക്കെയുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. 10 മണി മുതൽ 12:30 വരെയാണ് ഈ കൽപ്പന നടക്കുന്നത്. അപ്പൊ ഇവിടെ തിരക്കില്ലാത്ത സമയത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളിവിടെ
മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയാണ് ഇവിടുന്ന് നേരിട്ട് കൽപ്പനയിൽ പങ്കെടുത്തത്. അപ്പം കൽപ്പന കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ.